നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ചരിത്ര വിജയം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു നമുക്ക് തോന്നി ആദ്യത്തെ ഒരു പ്രതികരണം? ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു, അഭിമാനം തോന്നിയായിരുന്നു. അവന് നല്ലൊരു മാർക്ക് അർഹിക്കുന്ന ഒരു വിജയം, നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടണം എന്നുള്ള ഒരു മിനിമം ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബ്രില്യൻറ്റിലും അവിടെ വരികയും അവിടെ പഠിക്കുകയും അവിടെ ചെന്നതിന് ശേഷം മോന് ബേസിക്കലി അവനൊരു ഭയങ്കര സ്റ്റൂഡിയസ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം കളിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു. ഈ 2 വർഷം അവന് ഫുള്ളി എഫേർട്ട് ഈ ചാനലൈസ് ചെയ്ത് അത് ചാനലൈസ് ചെയ്ത് നല്ലപോലെ പഠിപ്പിക്കാൻ ഒരു സാഹചര്യം ബ്രില്യൻറ്റിൻ്റെ അവിടുത്തെ ഉള്ള ചവറ പബ്ലിക് സ്കൂൾ CMI പബ്ലിക് സ്കൂളിൻ്റെയും ഉണ്ടായിരുന്ന ഒരു ഫെസിലിറ്റീസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയും അവനെ അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തത് ബ്രില്യൻറ്റും CMI ഒക്കെ കൂടാണ് അവിടുത്തേത്. അപ്പം അവനൊരു ഭയങ്കര സ്റ്റുഡിയസ് ഉള്ള ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം നോർമലി ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അവിടെ ചെന്നപ്പം ഇത്രയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടണം, നല്ലൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടണം എന്നായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഗ്രാജുവലി I could see him progressing to a level which he would score something much more better than ഞാൻ വിചാരിച്ചതിലും കൂടുതലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. ഈശ്വരൻ നല്ലപോലെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഫസ്റ്റ് റാങ്കും ഒക്കെ 1ാം സ്ഥാനമൊക്കെ കിട്ടാറുള്ളൂ. ഒരുപാട് സന്തോഷം. ഏതൊരു മാതാപിതാക്കൾക്കും ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു മുഹൂർത്തമാണ്. ഒരുപാട് സന്തോഷം. ഈശ്വരനോട് ഒരുപാട് നന്ദി. അതെ, നമ്മുടെ നീറ്റ് തുടങ്ങിയതിന് ശേഷം, നീറ്റ് എക്സാം 2013 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും മികച്ച വിജയം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ, ആ ഒരു ഫുൾ മാർക്കിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് മേഖലയിലേക്ക് നമ്മുടെ ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? ഞങ്ങളുടെ മകളും ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾ പോയി കഴിഞ്ഞപ്പോഴും അവൾ 2 വർഷം സ്കൂളിൽ പഠിച്ചു, ബ്രില്യൻറ്റിൻ്റെ കീഴിൽ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് ബ്രില്യൻറ്റ് വളരെ നല്ല രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കുന്നു, അതിൽ ഫോക്കസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, വീണ്ടും വീണ്ടും ടെസ്റ്റുകൾ ഇടുന്നു. ശരിക്ക് ഒരു എന്താ പറയുക, ഒരു ഡയമണ്ട് നമ്മൾ ഉരച്ച് മിനുസപ്പെടുത്തി ഷാർപ്പൻ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് എനിക്ക് തോന്നിയത്. ഇവരൊക്കെ വളരെ റോ ആൻഡ് അൺകട്ട് ഡയമണ്ട്സ് ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ ആ പ്രോസസ്സ് വളരെ സയൻറ്റിഫിക്കായിട്ട്, എന്നാൽ കുട്ടികളെ ഒട്ടും ഹേർട്ട് ചെയ്യാതെയും ഒട്ടും പ്രഷറൈസ് ചെയ്യാതെയാണ് അവർ ചെയ്യുന്നത്. അപ്പം മോളുടെ ആ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ബ്രില്യൻറ്റിൻ്റെ ആ ഒരു അപ്രോച്ച്. ആൻഡ് ഞങ്ങളുടെ നെഫ്യൂസ് 2 പേരും ബ്രില്യൻറ്റിൽ തന്നെയാണ് പഠിച്ചത്. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല, ബ്രില്യൻറ്റ് തന്നെ എന്നുള്ള. ആൻഡ് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയറും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് വിദ്യാ മാമും ശ്രീനാഥ് സാറും ഒക്കെ വീണ്ടും വീണ്ടും വിളിക്കുകയും അന്വേഷിക്കുകയും, എന്നാൽ ഇവർക്കൊട്ടും പ്രഷർ കൊടുക്കുന്നില്ല. ജസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, മാർക്ക് കുറയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കുന്നു, മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഒരു അണ്ടർ പ്രഷർ അല്ല കുട്ടികൾ. അത് വളരെ നല്ലൊരു പോയിൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ മോന് ഡോക്ടർ ആവുക എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഡോക്ടറാണ്. അപ്പോൾ അവരെ കണ്ടാണല്ലോ അവനും വളർന്നു വരുന്നത്. അപ്പോൾ ഡോക്ടർ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു അവൻ്റെ ആഗ്രഹം. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിലെന്നേ ഉള്ളൂ. അല്ലാതെ അവൻ അങ്ങനൊരു വലിയ ആഗ്രഹമൊന്നും പറഞ്ഞ് ഇന്ന് ഡോക്ടർ ആവണം എന്നൊന്നും പറഞ്ഞു കേട്ടില്ലായിരുന്നു. ആകെ കൂടെ പറഞ്ഞുകൊണ്ടല്ലോ ചേച്ചിക്ക് അവൻ്റെ സിസ്റ്ററിന് ഇത് കിട്ടിയപ്പോൾ അവനിങ്ങനെ പറയുമായിരുന്നു, നിനക്ക് എവിടെ കിട്ടിയാൽ എടുക്കും നമ്മൾ ചോദിക്കുമ്പോൾ അവൻ തൃശ്ശൂർ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്നുള്ള അല്ലാതെ ഭയങ്കര അങ്ങനെ ഒരു പിന്നെ കോവിഡിൻ്റെ ആ സമയമൊക്കെ ആയിരുന്ന സമയത്ത് ഇവൻ്റെ ആ കളിയിലൊക്കെ ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും പഠിക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രില്യൻറ്റിൽ എത്തിയതിന് ശേഷം, ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ +1 +2 അവിടെ പഠിക്കാൻ എത്തിയതിന് ശേഷം ഫുള്ളി അതിനകത്തോട്ട് അങ്ങ് ശ്രദ്ധ വരികയും, സാധാരണ ഈ പ്രായത്തിൽ ഒരു കുട്ടിയെ സാധാരണ കാണിക്കുന്ന ചാബല്യങ്ങളൊന്നും ഉണ്ടാകാതെ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റിയതും ഒക്കെ വലിയൊരു കാര്യമാണ്. ഇൻസ്പിറേഷൻ ബേസിക്കലി കാണുമായിരിക്കും, കാണണം, അറിയില്ല. ഇപ്പോൾ ഫാമിലിയിൽ അച്ഛനും അമ്മ, ഇപ്പോൾ ചേച്ചി ഡോക്ടർ MBBS തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ വേറെ ഫാമിലിയിൽ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു, മദ്രാസ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചിരുന്നത്. അമ്മാവൻ ഡോക്ടറാണ്. പിന്നെ ഞങ്ങളുടെ തലമുറയിൽ ഒരുപാട് പേരുണ്ട്. ഈ തലമുറയിൽ എൻ്റെ സിസ്റ്ററും
അവളുടെ ഹസ്ബൻഡും ഒക്കെ ഡോക്ടേഴ്സ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകിച്ച് എല്ലാവരും ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇൻസ്പിറേഷൻ എന്തായാലും കാണുമായിരിക്കണം. പക്ഷെ അങ്ങനെ പറയുകയൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. പക്ഷെ വൺസ് അവിടെ ചെന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുന്നു. ആദ്യമായിട്ട് ഈ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് കേൾക്കുന്നത് ഞങ്ങൾ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട്, അന്ന് ഞങ്ങൾ മകള് പിന്നെ +1 ആയിരുന്നതിന് തൊട്ട് മുമ്പാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ബ്രില്യൻറ്റിൻ്റെ കാര്യം കേൾക്കുന്നത്. 2017 അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ, അപ്പോഴാണ് ഇങ്ങനെ +1 +2ലേക്കൊരു പിന്നെ സെലക്ഷൻ ഇതുണ്ടെന്ന് അറിയും, അത് കഴിഞ്ഞു പോയി എന്ന് അറിയുകയും പിന്നെ രണ്ടാമത്തെ ഒരു സെഷനിൽ എഴുതിയപ്പോഴാണ് മോൾ അങ്ങനെ ബ്രില്യൻറ്റിൽ +1 +2 പഠിക്കുകയും അവൾ അവിടെ ആദ്യത്തെ സ്കോർ 500 എത്രയും കണ്ടായിരുന്നു, 17,000 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ബ്രില്യൻറ്റുമായിട്ട് അങ്ങനെ നല്ല ഒരു പിന്നെ ഇവൻ വന്നപ്പോൾ എഴുതി അങ്ങനെ അങ്ങ് പാലയിൽ വരികയും പിന്നെ ഇവൻ അവിടെ വെച്ച് എനിക്ക് വളരെ എക്സെപ്ഷണലായിട്ട് തോന്നിയൊരു കാര്യം +1 +2 എന്ന് പറയുന്നതിനെ സൈഡ് ലൈൻ ചെയ്തിട്ടില്ല ഒരിക്കലും. +1 +2 എൻട്രൻസ് മാത്രം അല്ല, +1 +2 വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോവുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൺകറൻ്റായിട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ആ +1 +2ൻ്റെ ഇമ്പോർട്ടൻസ് കളയാതെ, എന്നാൽ ആ ഒരു ഇയർ നഷ്ടപ്പെടാതെ, ഒരു റിപ്പീറ്റിംഗ് എന്നുള്ളൊരു കർമ്മത്തിന് മുതിരാതെ അതിൻ്റെ കൂടെ തന്നെ കൺകറൻ്റായിട്ട് അത് കൊണ്ടുപോകാൻ ഒരുപാട് എഫേർട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ട്. അത് ഇവരിൽ ഒരു ഡിസ്ട്രസ് ഉണ്ടാക്കാതെ അത് ഇത്രയും വരെ എത്തിക്കാൻ പറ്റും, നല്ലൊരു റിസൾട്ട് എത്തിക്കാൻ പറ്റുന്നത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും ഇതുമൊക്കെയാണ്. ഒരു ഹാർഡ് വർക്കും കൂടിയാണ്. ബോർഡ് എക്സാം ഉണ്ട്. ആസ് എ പേരന്റ് ദൂരത്തോട്ട് വിടുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്, ഫുഡിന്റെ കാര്യം അങ്ങനെ ഇത് അസുഖങ്ങളും. പക്ഷെ ഒന്നിനും വലിയൊരു കംപ്ലൈന്റുകൾ ഇല്ലാത്ത രീതിയിൽ കൊണ്ടൊക്കെ നടക്കാൻ പറ്റിയത് അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനും പിന്നെ ഈശ്വരാനുഗ്രഹം ഒരുപാടൊരു വലിയ ഫാക്ടറാണ്. ഭാഗ്യം മാത്രമല്ലല്ലോ, ഈശ്വരാനുഗ്രഹവും കൂടെ വേണം. പഠിച്ചത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് അവസാനം ഞാൻ ഇതിൻ്റെ ഒരു കൂടുതൽ ഫോളോ ചെയ്യാറില്ലായിരുന്നു സത്യത്തിൽ അങ്ങനെ. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേന് എക്സാമിൻ്റെ ഇൻറ്റൻസിറ്റി ലെവൽ കൂട്ടുകയും ചിലപ്പോൾ പിന്നെ റിയലി സ്ലോ ഡൗൺ ചെയ്യുകയും ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തത്. യു ആർ ജസ്റ്റ് ചിസലിംഗ് ദീസ് പീപ്പിൾ ഔട്ട് ഇൻ ടു എ വെരി സ്ട്രോങ് വെപ്പൺ ടു ഈ എൻട്രൻസ് ഇങ്ങനെ എഴുതാൻ, അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ ഒരു സമയം കൊണ്ട് അറിവുള്ള എല്ലാവരും അവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ അറിവുള്ളവർ മുഴുവൻ അത് എഴുതി പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും, അതായത് അറിയുക, പഠിക്കുക, അപ്ലൈ ചെയ്യുക, എഴുതുക, അത് കൃത്യമായിട്ട് എഴുതുക, ഇതിനൊക്കെ ചിസിൽ ചെയ്തെടുക്കാൻ ഒരു പക്ഷേ ഈ ബ്രില്യൻ്റ് എന്ന് പറയുന്ന അവിടുത്തെ ആ മെക്കാനിസത്തിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കുട്ടികൾക്ക് ഉള്ള ഓരോന്നിനും അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ റോ ആയിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പം ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ചിസിലിംഗ് എന്നുള്ള പ്രോസസ്സിൽ സല്യൂട്ട് യു ഓൾ, എല്ലാവരെയും പ്രാക്ടീസ്, അതോടൊപ്പം ഹാർഡ് വർക്ക്, പിന്നെ എൻറ്റയർലി ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റുഡൻ്റ് ആണ്. എന്നിരുന്നാലും ഈ ഒരു ഫാക്ടേഴ്സൊക്കെ വളരെ വി ആർ എക്സ്ട്രീംലി ഹാപ്പി ആസ് എ പേരൻറ്റ്. പിന്നെ ഒരു അറിയാമല്ലോ, ഇതിനൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് കുറച്ചുകൂടെ മധുരമുള്ളതായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. അപ്പം ദേവൻ്റെ ചെറുപ്പം മുതലുള്ള പഠന കാര്യങ്ങളും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതൊക്കെ എങ്ങനെയായിരുന്നു? ദേവൻ സ്കൂളിൽ നന്നായി പഠിക്കുമായിരുന്നു, പക്ഷേ എന്നും ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയും പഠിക്കുന്ന കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് പഠിക്കുന്നത് നന്നായി മനസ്സിലാക്കി ആൻഡ് വളരെ ആസ്വദിച്ച് പഠിക്കുന്നതായിട്ടാണ്. ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഹി എൻജോയ്സ് ഇറ്റ് വെരി മച്ച്. എനിക്കത് വലിയൊരു അപ്രീസിയേഷൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വർഷം +1 +2 പഠിച്ചാലും അവൻ ഓരോ ടോപ്പിക്കും വളരെ ആസ്വദിച്ച് മനസ്സിലാക്കി അതൊരു ബേർഡനാണെന്നുള്ള തോന്നലില്ലാതെ പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു നല്ല ട്രെൻഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരിക്കലും അവനൊരു ബേർഡൻ അല്ല, ഹീ ഈസ് എൻജോയിങ് ദ പ്രോസസ്സ്. അതിനിടയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഞാൻ കയറി വരും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, കോൺഫിഡൻസ്, കഠിനാധ്വാനം, ഇത് മൂന്നുമാണ് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഗുണങ്ങൾ മുന്നോട്ട് പോകാൻ. ആൻഡ് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ബാക്ക്ഗ്രൗണ്ട്, അത് ഗൈഡൻസ്, അതെല്ലാം ബ്രില്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ അവന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ടോപ്പ് ചെയ്ത്
ഈശ്വരാനുഗ്രഹമുണ്ട്. ആൻഡ് സ്കൂള് കൊടുത്ത അന്തരീക്ഷവും വളരെ നന്നായിരുന്നു കേട്ടോ. കാരണം സ്കൂളിൽ കളിക്കാനുള്ള അവസരം, അവർക്ക് ആക്ടിവിറ്റീസ്, ഫെസ്റ്റിവൽസ് എല്ലാം ഇതിനിടയ്ക്ക് ഒരു നല്ല ബ്രേക്കുകൾ കിട്ടുന്നുണ്ട്. കളിക്കാനുള്ള അവസരം ദേവനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് വലിയൊരു പേർക്കായിരുന്നു. നല്ല ഭക്ഷണമുള്ള ഹോസ്റ്റല്, വാർഡന്മാരൊക്കെ ആണെങ്കിലും വളരെ കോഓപ്പറേറ്റീവ്, ഒരു രീതിയിലും അവനെ ഇറിറ്റേറ്റ് ചെയ്യുകയോ ഒന്ന് വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അന്തരീക്ഷമായിരുന്നു. പിന്നെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, കാണാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഗിറ്റാർ വായിക്കും. നമ്മുടെ പട്ടികൾ കുറച്ച് പേരുണ്ട്, അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ പട്ടികളുണ്ട്. പെറ്റ്സിനെയൊക്കെ വലിയ കാര്യമാണ്. സ്കൂളിനെ കുറിച്ച് നല്ല ഓർമ്മകളാണ്. ബ്രില്യൻ്റ് ഹോസ്റ്റൽ മാത്രമല്ല, സ്കൂൾ വളരെ എൻജോയബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പറയുന്നത് കേട്ടിടത്തോളം ഫ്രണ്ട്സും അവിടെയുള്ള ഈ ബ്രില്യൻറ്റിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളിലെ അറ്റ്മോസ്ഫിയറും ഒരുപാട് വ്യത്യാസം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ആദ്യം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറും അവിടെ കളിക്കാനുള്ളതും പലതരം കളികളും, ജിമ്മും, ഫാദേഴ്സും ബ്രദേഴ്സും ഒക്കെ അവിടെ നോക്കുന്ന രീതിയൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും വിട്ടിട്ട് പോരാൻ നേരത്ത്. സ്കൂളിൻ്റെ ആ കാര്യത്തിലും വളരെ വളരെ ഹാപ്പിയാണ്. ആ സ്കൂളും അറ്റാച്ച് ചെയ്തിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള സീംലെസ് ആയിട്ടുള്ള ആ ഒരു ഇത് ഒന്നിൻ്റെ ഇമ്പോർട്ടൻസ് കളയാതെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.